സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, നമ്മളിപ്പോ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പേരാണ് ഹോർമൂസ് കടലിടുക്ക്. നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പേരാണ്. ഹോർമൂസിന് അത്രയും പ്രാധാന്യം ഇപ്പോൾ ഏറിയിരിക്കുന്നു. ഹോർമൂസിനെ വെച്ച് ഇറാൻ വിലപേശുന്നു. സർ, ഹോർമൂസ് അല്ലാതെ മറ്റേതെങ്കിലും കടൽ മാർഗം ഉണ്ടോ? അത് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ആ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹോർമൂസിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, ഗൾഫ് രാജ്യങ്ങൾ മറ്റേതെങ്കിലും ഒരു മാർഗം ഹോർമൂസ് അല്ലാതെ തുറന്ന് കാട്ടിക്കൊടുക്കുന്നതായി ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? ഗൾഫിന്റെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ഏതാണ്ട് 90% ഹോർമൂസ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഹോർമൂസിനെ ആശ്രയിച്ചാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, അതായത് UAE, സൗദി അറേബ്യ, ഒമാന്, ബഹ്റിൻ, ഖത്തർ, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എണ്ണയും പ്രകൃതിവാതകവും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഹോർമൂസ് ഉൾക്കടലിലൂടെയാണ്. ഹോർമൂസ് ഉൾക്കടലിന്റെ ഒരു ഭാഗം ഇറാനും മറ്റൊരു ഭാഗം ഒമാനുമാണ്. ഇപ്പോൾ ഹോർമൂസ് ഏതാണ്ട് ഇറാന്റെ അനുവാദമില്ലാതെ ആ ഒരു എണ്ണക്കപ്പലിനും അല്ലെങ്കിൽ മറ്റ് ഒരു തരത്തിലുള്ള ചരക്ക് കപ്പലിനും ഹോർമൂസിലൂടെ നീങ്ങാൻ പറ്റില്ല. ഇറാനാണെങ്കിൽ ഇതുവഴി പോകുന്നവരുടെ കയ്യിൽ നിന്നെല്ലാം പണം പിരിക്കുകയുമാണ്. ഒരുമാതിരി റൗഡി പണം പോലെ. ഈ ഹിന്ദിയിലൊക്കെ ഹഫ്ത എന്ന് പറയും. പണ്ട് ദാദാമാർ ബോംബെയിലൊക്കെ വന്ന് കടകളിൽ നിന്ന് പിരിച്ചിരുന്നു. ആ ഹഫ്ത പിരിക്കുകയാണ്. $3 മില്യൺ ഒരു എണ്ണക്കപ്പല് കടന്നു പോകാൻ കൊടുക്കേണ്ടത്. എന്നാൽ തന്നെ ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പൊന്നുമില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ ബദൽ മാർഗങ്ങൾ തേടുകയാണ് എണ്ണ ഉപഭോക്താക്കൾ, ലോകത്തിലുള്ള എല്ലാ എണ്ണ ഉപഭോക്താക്കൾക്കും. ലോകത്തിലെ മൊത്തം എണ്ണയുടെ 30% ഹോർമൂസിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയും സ്വാഭാവികമായിട്ടും ഗൾഫിൽ നിന്ന് പണ്ട് സൗദിയിൽ നിന്നും ഇറാഖിൽ നിന്നും ഒക്കെ ആയിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങിക്കുന്നത് ഒരു ബാസ്ക്കറ്റ് പോലെ വിവിധ രാജ്യങ്ങളിൽ നിന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഹോർമൂസിന് ബദൽ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ്. ഇന്ത്യയുടെ മാത്രമല്ല, വിൽക്കുന്ന ഗൾഫിൻ്റെയും ആവശ്യമാണ്. അപ്പോൾ ഇതിന് ബദലായിട്ട് ചില തുറമുഖങ്ങൾ ഗൾഫ് തുറക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഓൾറെഡി തന്നെ ഇപ്പോൾ തന്നെ നിലവിലുള്ള തുറമുഖങ്ങളാണവ. പക്ഷെ അതിനെ വികസിപ്പിച്ചിട്ട് അതുവഴി ഈ വ്യാപാരവും അതുപോലെ, അതായത് എണ്ണ, ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള വ്യാപാരങ്ങൾ അതുവഴിയാക്കാനായിട്ടുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ ഹോർമൂസിലൂടെ അല്ല പോകുന്നതെങ്കിലും ഇറാന്റെ ഒരു മിസൈലിന് അവിടെ എത്താൻ പറ്റും, ഇറാന്റെ ഒരു ഡ്രോണിന് അവിടെ എത്താൻ പറ്റും. കാരണം ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഇറാനിൽ നിന്നും അത്ര വിദൂരത്തിലൊന്നുമല്ല. പക്ഷെ എങ്കിലും ആ കടല് ഇറാന്റെ നിയന്ത്രണത്തിലല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര സംഘടനകൾ, അതിപ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും, അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഗൾഫും കൂടി ചേർന്നിട്ട് അവിടെ ഒരു സുരക്ഷ ഒരുക്കിയാൽ ഒരുപക്ഷെ ഈ ഇറാന്റെ എല്ലാ ഭീഷണികളെയും നേരിടാനും പറ്റും. ഏതൊക്കെ മാർഗങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ മുന്നോട്ട് നിർദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇറാന്റെ തെക്കൻ തീരത്ത് ഉള്ള 2 തുറമുഖങ്ങൾ, സലാല അതുപോലെ തന്നെ ദുക്കും, പോർട്ട് ഓഫ് ദുക്കും പോർട്ട് ഓഫ് സലാല. ഈ പോർട്ട് ഓഫ് ദുക്കുമും പോർട്ട് ഓഫ് സലാലയും ഡീപ് സീ പോർട്ടുകളാണ്, ആഴക്കടൽ പോർട്ടുകളാണ്. ഏതാണ്ട് നമ്മുടെ വിഴിഞ്ഞത്തിന്റെ അത്രയൊന്നും ആഴം വരില്ലെങ്കിലും ഏതാണ്ട് വിഴിഞ്ഞത്തോളം തന്നെ വരുന്ന ഒരു ഡീപ് സീ പോർട്ടാണ് ഈ പോർട്ട് ഓഫ് ദുക്കും. ആ ദുക്കും ഈ അടുത്ത കാലത്താണ്, 2012 ശേഷമാണ് ദുക്കും പോർട്ടും സ്പെഷ്യൽ എക്കണോമിക് സോണും ഒക്കെ നിർമ്മാണം തുടങ്ങിയത്. അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതേ ഉള്ളൂ. പോർട്ട് ഓഫ് സലാല അതല്ല, വർഷങ്ങളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർട്ടാണ് സലാല. മലയാളികളൊക്കെ ഒരുപാട് കേട്ടിരിക്കാനിടയുള്ള ഒരു സ്ഥലമാണ്. കാരണം ഏതാണ്ട് കേരളത്തിന്റെ കാലാവസ്ഥയാണ്. അതൊരു അത്ഭുതമാണ്. ഗൾഫിൽ അങ്ങനെ ഉള്ളൊരു കാലാവസ്ഥയുള്ളൊരു സ്ഥലം. അവിടെ തെങ്ങും
മാവും പ്ലാവും ഒക്കെ വളരുന്ന ഒരു മേഖലയാണ്. പക്ഷെ കേരളം പോലെ മഴ ലഭിക്കുന്നില്ല എങ്കിലും നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന മൺസൂൺ ഈ ഒമാന്റെ തെക്കൻ പ്രവിശ്യയായ ഇവിടെ കുറച്ച് മഴ ലഭിക്കും. അങ്ങനെയാണ് ഈ സലാല ഒരു നല്ല കാലാവസ്ഥയുള്ള, അധികം ചൂടില്ലാത്ത, മൺസൂൺ അത്യാവശ്യം മഴ ലഭിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ തുറമുഖം ഇറാന്റെ ഈ തുറമുഖം നേരിട്ട് അറേബ്യൻ കടലിലേക്കാണ് തുറക്കുന്നത്. ദുഃഖും തുറമുഖം അതുപോലെ. അതായത് അറേബ്യൻ കടൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണത്. അപ്പോൾ ആ അറേബ്യൻ കടലിലോട്ട് നേരിട്ട് തുറക്കുന്നത് കാരണം അതിൽ ഇവിടെ നിന്നുള്ള കപ്പലുകൾ നേരിട്ട് അറേബ്യൻ കടലിലേക്കാണ്, ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി നേരെ അങ്ങ് പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കയറുകയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഇറാന് അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷേ ഇറാൻ ഇപ്പൊ എന്തും ചെയ്യാൻ മടിക്കാത്ത രാജ്യം എന്നുള്ള നിലയിൽ ഇറാൻ ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ മിസൈലാക്രമണമൊക്കെ നടത്താം. പ്രത്യേകിച്ച് ഒമാന്റെ കാര്യത്തിൽ ഇന്ത്യക്കൊരു വലിയ നേട്ടമുള്ളത്, ഇന്ത്യയും ഒമാനും തമ്മിൽ ഒരു വ്യാപാര കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതായത് ഈ കരാറിന്റെ പേര് കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്നാണ്. ഈ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിൽ ഇറക്കുമതി ചെയ്യുന്നത് 0 നികുതിക്കാണ്. അതായത് നികുതി ഒന്നും അടയ്ക്കാതെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവെക്കാം. അവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വാങ്ങുന്നതും ഇതേ രീതിയിൽ തന്നെ ആവും. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു നികുതിരഹിത സീറോ ഡ്യൂട്ടി കൊടുത്തിട്ട് എക്സ്പോർട്ടാണ് ഇവിടെയൊക്കെ. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ, ഇത് ഈ ജൂൺ 1 തീയതി മുതലാണ് ആ കരാറ് നിലവിൽ വരുന്നത്. ഇന്ത്യക്ക് വലിയ രീതിയിൽ അത് പ്രയോജനം ചെയ്യുന്ന ഒരു കരാറാണത്. അപ്പോൾ ഒരു സൂചന, ഒമാനും UAE ഒന്നും തമ്മിൽ വലിയ ദൂരമില്ല, തൊട്ടടുത്താണ്. കരമാർഗം സാധാരണഗതിയിൽ UAE പോകാനായിട്ട് ഒമാനിൽ നിന്നും ഒരു ചില പോയിന്റുകളിലൊക്കെ ആണെങ്കിൽ വളരെ വളരെ വേഗത്തിൽ 3-4 മണിക്കൂർ കൊണ്ടൊക്കെ ചെല്ലാം. ബാക്കി ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും വളരെ വേഗത്തിൽ ചെല്ലാമെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ കരമാർഗം ചരക്ക് നീക്കം നടത്താം. ഇപ്പൊ UAE ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അത് നമുക്ക് ഒമാനിൽ കൊണ്ടുവന്നിട്ട് ഒമാനിൽ നിന്ന് നമുക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാം. തിരിച്ച് UAE സാധനം എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം. പക്ഷെ അത് ഒമാനിൽ കൂടെ തന്നെ പോകണമെന്നില്ല. UAE ഇതുപോലൊരു ബദൽ മാർഗം ഇന്ത്യക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ഫ്യുജേറ തുറമുഖം നേരിട്ട് ഇന്ത്യൻ ഓഷ്യനിലോട്ടാണ് അവിടുന്ന് കപ്പലുകൾ പ്രവേശിക്കുന്നത്, ഗൾഫ് ഓഫ് ഒമാൻ വഴി. ആ ഫ്യുജേറ തുറമുഖം ത്തൂടെ നടക്കുന്ന വ്യാപാരത്തിന് മേൽ ഇറാന് യാതൊരു നിയന്ത്രണങ്ങളുമില്ല. അതും വലിയൊരു ആശ്വാസമാണ് ഇന്ത്യക്ക്. ഈ ഫ്യുജേറ തുറമുഖം വഴി ഒരു ദിവസം ഏതാണ്ട് 2 മില്യണൊക്കെ നമുക്ക് എണ്ണയൊക്കെ, 2 മില്യൺ ബാരലൊക്കെ നമുക്ക് 1.8 മില്യൺ ബാരൽ എന്നാണ് അവർ പറയുന്നത്. 2 മില്യനോട് അടുപ്പിച്ച് ബാരൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി ഇതിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഒരു പൈപ്പ് ലൈൻ, അബുദാബി പൈപ്പ് ലൈൻ, അതിന്റെ പേര് പറയുന്ന അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ എന്നാണ്. ഈ അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈന് ഫുജൈറ തുറമുഖത്തോട്ട് അബുദാബിയുടെയും മറ്റു എണ്ണപ്പാടങ്ങളിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വരെ എത്തുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ തടസ്സപ്പെടുത്താൻ ഇറാന് പറ്റില്ല. പക്ഷെ അവിടെയും ഞാൻ മുമ്പ് പറഞ്ഞ അപകടമുണ്ട്. ഇറാൻ പോലൊരു രാജ്യത്തിന് എങ്ങോട്ട് വേണമെങ്കിലും മിസൈൽ അയക്കാം. ആ രീതിയിൽ നോക്കുമ്പോൾ 100% സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇറാന് നേരിട്ട് ഇവിടെ വരുന്ന ഒരു കപ്പലിനെ തടയാനോ ചുങ്കം പിരിക്കാനോ ഒന്നും തന്നെ ഇറാന് സാധിക്കില്ല. ഇതാണ് ഈ രണ്ടാമത്തെ തുറമുഖം. ഇനി സൗദി അറേബ്യക്ക് ചെങ്കടലിലോട്ട് തുറക്കുന്ന തുറമുഖങ്ങളുണ്ട്. അത് സൗദിയുടെ എണ്ണപ്പാടങ്ങൾ കൂടുതലും കിഴക്കൻ പ്രവിശ്യയിലാണ്. ആ കിഴക്കൻ പ്രവിശ്യയിൽ നിന്നും യാൻബു എന്ന് പറയുന്ന തുറമുഖം, അത് റെഡ് സീയിലാണ്. ആ തുറമുഖത്തേക്ക് ഈസ്റ്റ് വെസ്റ്റ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ എന്നൊരു പൈപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ ഇതും മറ്റൊരു ഓൾട്ടർനേറ്റീവ്. ഇത് പിന്നെ യഥാർത്ഥത്തിൽ ഫുജൈറ തുറമുഖം കൈകാര്യം ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെയധികം എണ്ണ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു തുറമുഖമാണ് യാൻബു. പക്ഷെ യാൻബുവിൻ്റെ ഒരു കുഴപ്പം, യാൻബുവിൽ നിന്ന് ഒരു കപ്പൽ എണ്ണയും കയറ്റി
പോവുകയാണെങ്കിൽ അതിന് സൂയസ് കനാൽ വഴി കറങ്ങി വരേണ്ടത്. അപ്പോൾ അത് അത്ര എളുപ്പമല്ല. പക്ഷേ മറ്റ് രണ്ട് ഇപ്പം ഫുജൈറ ആണെങ്കിലും ദുഃഖം പോർട്ടാണെങ്കിലും സലാലയാണെങ്കിലും ഒക്കെ ഗൾഫ് ഓഫ് ഒമാനിലേക്കാണ് തുറക്കുന്നത്. ഗൾഫ് ഓഫ് ഒമാനിൽ നിന്ന് നേരിട്ട് അതായത് അറേബ്യൻ കടൽ എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ വളരെ വേഗത്തിൽ കയറാം. ഈ പോർട്ട് ഓഫ് ദുഃഖത്തിൽ നിന്നും ദുഃഖും, അതുപോലെ ഫുജൈറ, അതുപോലെ സലാല അത്ര വേഗത്തിലല്ലെങ്കിൽ യാൻബു തുറമുഖത്ത് നിന്നും ചരക്കോ അല്ലെങ്കിൽ പ്രകൃതി വാതകമോ എണ്ണയോ ഒക്കെ കയറ്റിയ കപ്പലുകൾക്ക് ഹോർമൂസ് ഉൾക്കടലിൽ പ്രവേശിക്കാതെ തന്നെ സൂയസ് കനാല് വഴി അത് ലോകത്തെ എമ്പാടും പോകാം. അല്ലെങ്കിൽ ബാബ് അൽ മൻദീബ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ ഇറാൻ വളരെ അടുത്താണ്. ഇറാനിൽ നിന്നുള്ള ആക്രമണം, ഞാൻ മുമ്പേ പറഞ്ഞ മിസൈൽ ആക്രമണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഈ പിന്നെ ഹോർമുസ് ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി തുറക്കും എന്നൊക്കെ നമ്മൾ സാധാരണ പഴഞ്ചൊല്ലുകൾ പറയുമല്ലോ. അതേ രീതിയിൽ ഹോർമുസ് ഉൾക്കടല് ഇറാൻ അടയ്ക്കുകയാണെങ്കിൽ ബദലായിട്ട് മറ്റു വഴികളും തുറന്നു വരുന്നുണ്ട്. ഇപ്പൊ ലോകം മുഴുവൻ ഭാവിയിൽ ഹോർമൂസ് പ്രവേശിക്കാതെ തന്നെ യുദ്ധമൊക്കെ അവസാനിച്ചാലും ഹോർമൂസിനെ കാണിച്ച് ഉമ്മാക്കി കാണിച്ച് ലോകത്തിനെ പേടിപ്പിക്കാൻ ഇനി ഇറാന് സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് മറ്റു തുറമുഖങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വികസിപ്പിക്കുന്ന തുറമുഖങ്ങൾ അത് ഹോർമൂസിനെ ടച്ച് ചെയ്യാതെ തന്നെ നേരിട്ട് ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്ന കടൽ വഴി നേരിട്ട് അത് അറേബ്യൻ കടലിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇനിയും പുനർചിന്തനം ഉണ്ടാകും. കാരണം അവർ വിചാരിച്ചാലും ഈ എണ്ണ വ്യാപാരം തടയാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ പിന്നെ ഈ ഹോർമൂസിന് മേലുള്ള പിടികൊണ്ട് എന്താണ്? മാത്രമല്ല ഹോർമൂസിൽ പട്രോളിംഗ് നടത്താനായിട്ട് കപ്പൽ നിയോഗിക്കണം, അതിൻ്റെ പേരിൽ മറ്റു രാജ്യങ്ങളുടെ വിരോധം സമ്പാദിക്കണം. അപ്പോൾ പതുക്കെ അവര് കാലക്രമേണ ഈ ഒരു സാഹസത്തിൽ നിന്നും അവർ പിൻവാങ്ങും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കരുതാം. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒമാനും ഇന്ത്യയും തമ്മിൽ നമ്മൾ നേരത്തെ നിന്ന് ചർച്ച ചെയ്തതാണത്, ഒരു പൈപ്പ് ലൈൻ വരികയാണ്. അതായത് സമുദ്രത്തിനടിയിലൂടെ 40,000 കോടി രൂപ ചെലവ് വരുന്ന ഒരു പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈന് പ്രകൃതിവാതക പൈപ്പ് ലൈനാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. അത് ഒമാനിൽ നിന്ന് മാത്രമല്ല ഗൾഫിലെ മറ്റ് രാജ്യങ്ങളുടെ വാതക പൈപ്പ് ലൈൻ ശൃംഖലയുമായിട്ട് ഇത് ബന്ധിപ്പിച്ചിട്ട് സമുദ്രത്തിനടിയിലുള്ള ചില സ്ഥലത്ത് 3.5 കിലോമീറ്റർ താഴ്ചയിലൂടെയാണ്. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വലുതാണെങ്കിലും പിന്നീട് കപ്പലുകൾക്കൊന്നും വാടക കൊടുക്കുക അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനൊന്നും ഈ എണ്ണ വ്യാപാരത്തെയോ അതുപോലെ പ്രകൃതിവാതക വ്യാപാരത്തെയോ തടസ്സപ്പെടുത്തുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അതൊരു വലിയ നീക്കമാണ്. ഇനി ലോകം ഹോർമൂസ് ഉൾക്കടലിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഊർജ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ലോകത്തിലെ ഒരു രാജ്യവും തയ്യാറാണ്. പക്ഷേ ഇത് ഇറാന് തന്നെ ആയിരിക്കും തിരിച്ചടി. കാരണം ഇത്തരം പൈപ്പ് ലൈനുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങൾ ഈ പൈപ്പ് ലൈനോട് ആയിരിക്കും പ്രിഫർ ചെയ്യും. കാരണം കാലക്രമേണ ഇത് ആദ്യത്തെ ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. ഈ പറഞ്ഞ മറ്റ് മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ 1, 2, 3 എന്ന് പറയുന്ന പോലെ ഒന്ന് പേര് മാത്രം ഏതൊക്കെ, ഹോർമൂസ് അല്ലാതെ പകരം നമ്മൾ കണ്ടെത്തിയതായി പശ്ചിമേഷ്യ, അത് ഒരുമിച്ച് ഒന്ന് പറയാമോ സാർ? അതായത് ഒന്നാമത്തേത് പോർട്ട് ഓഫ് ദുഃഖും, രണ്ടാമത്തേത് പോർട്ട് ഓഫ് സലാല, ഇത് രണ്ടും ഒമാനിലാണ്. മൂന്നാമത്തേത് പോർട്ട് ഓഫ് ഫുജീറ, ഇത് അബുദാബിയുടെയാണ്. നാലാമത്തേത് യാൻബു തുറമുഖം, അത് സൗദി അറേബ്യയാണ്. ഇങ്ങനെ 4 തുറമുഖങ്ങളാണ്. ഈ 4 തുറമുഖങ്ങളിൽ നിന്നും പോകുന്ന കപ്പലുകൾക്ക് ഹോർമൂസിൽ കയറണ്ട. ഇനി അഞ്ചാമത് മറ്റൊരു ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞ പ്രകൃതിവാതക അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ. അപ്പോൾ ഈ അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ ആണ് ഇതിലെ ഏറ്റവും സുഗമമായ വഴി. പക്ഷെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് അതിന് കൂടുതലാണ്. ഒരു 10 വർഷം കൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്ട് ലെവലാവും. അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടത്തിൽ ശരിക്കും കപ്പലിനേക്കാൾ ഈ ക്രൂഡ് ഓയിൽ, ഈ പൈപ്പ് ലൈൻ വഴി വരുന്ന പ്രകൃതിവാതകത്തിനോ ക്രൂഡ് ഓയിലിനോ ആയിരിക്കും വിലക്കുറവ്. കാലക്രമേണ ഈ പൈപ്പ് ലൈൻ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന ഈ പൈപ്പ് ലൈൻ വഴി ഇന്ത്യക്ക് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം.
ദക്ഷിണാപൂർവേഷ്യൻ രാജ്യങ്ങൾക്കായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യം, ഇപ്പം മ്യാൻമാർ വഴി തായ്ലൻഡിലോട്ടോ അതല്ലെങ്കിൽ ബംഗ്ലാദേശിനോ അതല്ലെങ്കിൽ നേപ്പാളിനോ ഭൂട്ടാനോ ഒക്കെ തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ഓപ്ഷനായിട്ട് വരാൻ പോവുക. എന്തായാലും ഹോർമൂസ് എന്ന ഒറ്റ മാർഗം ഇനി ലോകം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ഇറാനെ വിശ്വസിക്കാൻ ആരെങ്കിലും തയ്യാറാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയത്തിൽ കൂടുതൽ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് അതിൻ്റെ വിശകലനങ്ങളും അതുപോലെ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സാർ.